ഈ പ്രോസിക്യൂഷന്റെ പോരാട്ടം ഒരു പടി കൂടി കടക്കുന്നുണ്ട് ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. 2 CPM നേതാക്കന്മാര്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 2 CPM നേതാക്കന്മാര് കൂടി ഇത് ഗൂഢാലോചനയിൽ ശിക്ഷിക്കപ്പെടണമെന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് നീതിപീഠങ്ങളിൽ നിന്ന് നീതി ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നീതി ഉണ്ടാവട്ടെ. കാരണം നടന്നത് മുഴുവൻ ഇവിടെയാണ്. ഞാൻ പറയുന്നത് BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് 2014 മുതൽ 2019 വരെ വെച്ചു, 2019 24 വരെ ഭരിച്ചു, ഇനിയിപ്പോ 24 മൂന്നാമത് ജയിക്കും എന്ന് പറയുന്നുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ്, ഇതിന്റെ അന്വേഷണം CBIക്ക് വിട്. ഇതിന്റെ കോടതി എന്ന് പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ് ഇന്നുണ്ടായിട്ടുണ്ട്. രാംഗോപാൽ സാറൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കോടതിയുടെ ഫൈൻഡിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നത് അത്ര ഗുണകരമല്ല, അദ്ദേഹത്തെ പോലെ പ്രഗത്ഭരായിട്ടുള്ള നിയമജ്ഞന്മാരിയ്ക്കുമ്പോൾ. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, സാധാരണക്കാർക്കും ചിലത് അറിയാലോ. കാരണം ഈ പറയുന്ന വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾക്കപ്പുറത്ത് CPMന്റെ ചില നേതാക്കന്മാർ കൂടി ഈ ഗൂഢാലോചനയിൽ പങ്കാളികൾ എന്നുള്ളതിൽ കൺവിക്ട് ചെയ്യപ്പെടണം എന്നൊരു നിലപാടിലേക്ക് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വന്നിട്ടുണ്ട്. അതാണ് എത്ര കൃത്യമായി അതാണ് അത്രയും കൃത്യമായിട്ട് അവർ അങ്ങനെ സ്ഥലത്ത് എത്തുന്നുണ്ട്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കാരണം ഈ കേസ് നേരെയല്ല പോയതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. 2 പ്രധാനപ്പെട്ട CPMന്റെ താഴെത്തട്ടിലെ നേതാക്കന്മാർ ഗൂഢാലോചനയിൽ കൺവിക്ഷൻ അർഹിക്കുന്ന തെളിവുകൾ ഉണ്ടായിട്ടും വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽ അത് വന്നില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി കണ്ടെത്തുമ്പോൾ ഇനി എന്തിനാണ് കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ഇതിന്റെ ഉന്നതതല ഗൂഢാലോചന ഈ പറയുന്ന ഹൈക്കോടതി ഫൈൻഡിങ് ഉൾപ്പെടെ വെച്ചിട്ട് CBI അന്വേഷണത്തിന് വിടണം? ഇനി ആരും ഇങ്ങനെ കൊല്ലപ്പെടരുത്. ഒരു രാഷ്ട്രീയം ഗുണ്ടയായതിന്റെ പേരിലല്ല. ചന്ദ്രശേഖരൻ ഗുണ്ടായതല്ല. അയാൾ ആ വീട്ടിലെ ആ നാട്ടിലെ സർവ്വ ആളുകളുടെയും കൂടെ കല്യാണത്തിന് ചോറ് വിളമ്പലും രോഗികൾ ആശുപത്രിയിൽ കൊണ്ടുപോക്കും ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി 11-12 മണിക്ക് വീട്ടിൽ ഇടയ്ക്ക് ചിലപ്പോൾ ഉച്ചക്കൊക്കെ പോയാൽ പിന്നെ വീട്ടിൽ കയറി പോകുന്ന തന്റെ ബൈക്കുമായിട്ട് ഒരു പൾസർ ബൈക്കിൽ പകൽ 6-7 പഞ്ചായത്തുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരുത്തനാണ്. അയാൾ ഒറ്റക്ക് സഞ്ചരിച്ച് എത്ര പോലീസുകാർ UDF-കാർ പറയട്ടെ. ഈ പറയുന്ന ഞാൻ ശ്രീകുമാർ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, രമേശ് ചെന്നിത്തലയോട് ചോദിക്കുക. TP ചന്ദ്രശേഖരനും ഉമേഷ് ബാബുവിനും ഒക്കെ ഏത് നിമിഷവും കൊല്ലപ്പെടാമെന്ന് പറഞ്ഞിട്ട് TP ചന്ദ്രശേഖർ ഈ പറയുന്ന ആഭ്യന്തര മന്ത്രിമാർ നേരിട്ട് വിളിച്ചിട്ട് TP ചന്ദ്രശേഖരനോ ഉമേഷ് ബാബുവോ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സമ്മതിക്കുകയുണ്ടായിട്ടുണ്ടോ? ഒരു നേരം TP ചന്ദ്രശേഖരനോ ഞാനോ പോലീസിന്റെ സംരക്ഷണം നടന്നിട്ടുണ്ടോ? ഈ രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ, ചോദിച്ചു നോക്ക്, നടന്നിട്ട്. ഞങ്ങൾ അങ്ങനെ നടന്നിട്ടില്ല. ഞങ്ങൾ ജനങ്ങളെ വിശ്വസിച്ചിട്ടാണ് നടക്കുന്നത്. ആണ് എത്ര ദിവസം ഒരാൾ ജീവിക്കും എന്നുള്ളതിന്റെ തീരുമാനമൊന്നും മനുഷ്യന്റെ കയ്യിലില്ല. ആണ് വിശ്വാസികൾ പറയും അത് ജനിക്കുമ്പേ തീരുമാനമാവുന്നതാണ്. എനിക്കറിഞ്ഞൂടാ, ഞാൻ വിശ്വാസിയല്ല. അപ്പൊ അതുകൊണ്ട് എത്ര ദിവസം ജീവിക്കുന്നുള്ള അങ്ങനെ നടന്നാണ് ചന്ദ്രശേഖരൻ. ദി മോസ്റ്റ് അതാണ് ഏറ്റവും കൂടുതൽ ഏത് നിമിഷവും കൊല്ലപ്പെടാവുന്ന ഒരാളാണ് TP ചന്ദ്രശേഖരൻ. എത്ര കുറി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രശേഖരനോട്. ഞാൻ ചന്ദ്രശേഖരനോട് ഒരു 4 വീലറിൽ സഞ്ചരിക്കണം എന്ന് പല കുറി പറഞ്ഞിട്ടുണ്ട്. അയാൾ അയാളെ ബൈക്കിൽ അയാൾ കയറ്റിയിരുന്ന ഒരാൾ ഞാൻ മാത്രമാണ് രാത്രികളിൽ. അവിടെ പോകേണ്ടി വന്ന നമുക്ക് ചന്ദ്രശേഖരൻ ഞാൻ ഈ ബടായി പറയാൻ വേണ്ടി പറയുന്നില്ല. അയാൾ പറയും നമ്മളെ 2 ആളെയും കൂടി പോക്കാണ്, അതുകൊണ്ട് നമുക്കൊരു ബൈക്ക് പോകാം. വേറെ ആരും അയാൾ ബൈക്കിൽ കൂടെ കയറ്റുമായിരുന്നില്ല. കാരണം മരിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റക്ക് മരിച്ചാൽ മതി എന്നൊരു നിലപാട്. അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ കേരളം? അതാണ് 40 വണ്ടിയുടെ അകമ്പടിയിലാണ് കേരള മുഖ്യമന്ത്രി പോകുന്നതെന്നാണ് ഞാൻ കണ്ടതാണ്. ഇവരൊക്കെ ദീർഘകാലമായിട്ട് അറിയാം. ചന്ദ്രശേഖരൻ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ എന്ന് വേണ്ട ഒറ്റക്കൊരു പൾസർ ബൈക്കിൽ പകല് നടന്നു. അങ്ങനെയാണ് 10 അയാളെ കൊല്ലാൻ പറ്റിയത്. അയാളുടെ കൂടെ ഒരു സർവീസ് റിവോൾവറുമായിട്ട് ഒരു പോലീസുകാരന്റെ ഗാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളൊന്ന് മരിക്കുമോ? ഏറ്റവും ചുരുക്കിയിട്ട് കൊടിസുനിയെ പോലെ ചില വിദ്വാന്മാർ അവിടെ കൊല്ലപ്പെടില്ലേ അയാൾ മരിച്ചാലും? അപ്പൊ അതുകൊണ്ട് ധീരന്മാരായ മനുഷ്യരുടെ ധീരതയ്ക്ക് ഒരു ജനത, കാരണം ലോകത്തിന്റെ ചരിത്രം ഈ പറയുന്ന ധീരന്മാരായ മനുഷ്യരാണ് ലോകത്തിന്റെ ചരിത്രത്തെ നയിച്ചത്. നമ്മൾ സ്വാതന്ത്ര്യ സമരമൊക്കെ അതിന്റെ ഗംഭീരമായ ഉദാഹരണമുള്ള 21 വയസ്സ് ജയിലിലായി, 20 വയസ്സ് ജയിലിലായിട്ട് 23 വയസ്സിൽ തൂക്കുമരത്തിലേറിയ ആളുകൾ ചിരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആളുകളാണ്. ആ കൂട്ടത്തിലൊരു ഒരു ധീരനാണ് ചന്ദ്രശേഖരൻ. അയാൾക്ക് നീതി നൽകാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ മനസ്സാക്ഷിക്കുണ്ട്. കേരളത്തിന്റെ മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ CPM പിണറായി വിജയനോ വിലക്കെടുത്ത മനസ്സാക്ഷിയല്ല. അതാണ്. എത്ര പേരുണ്ട് CPM-കാര്? എത്ര പേരെ കേരളത്തിലെ CPM എത്ര പാർട്ടി മെമ്പർമാര് അണികളൊക്കെ കൂടി കൂട്ടിക്കോ. പക്ഷെ CPM ഇപ്പോഴത്തെ കേസൊക്കെ കേട്ടിട്ട് ഈ പറയുന്ന പാർട്ടി പിണറായി വിജയന്റെ കുടുംബമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന അണികളുണ്ട് CPM-ന്. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞാൽ എത്ര പേര് വരും? പിണറായി വിജയൻ ചെയ്യുന്ന മുഴുവൻ ശരിയാണെന്നുണ്ട്. അത് പിണറായി വിജയനല്ല നമ്മളെ വിഷയം.
ഒരു രാഷ്ട്രീയ നേതാവല്ല വിഷയം. നമ്മുടെ വിഷയം ധീരമായി ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ആ ജീവിതത്തിനിടയിൽ ഇങ്ങനെ വളരെ ഭീകരമായി അകാലത്തിൽ അവസാനിപ്പിക്കപ്പെടുകയും ചെയ്ത മനുഷ്യർക്ക് നീതി ലഭിക്കണം. അതിനുവേണ്ടി മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അനിലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യണം. പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യർക്ക് എങ്ങനെയാണ് നിയമജ്ഞന്മാരായിട്ട് ഈ പാനലിലുള്ള ആളുകൾ, പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ, ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം തീർച്ചയായിട്ടും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അത് ചെയ്യുകയും രാഷ്ട്രീയത്തിൽ ഒരു ജനാധിപത്യ നാഗരികതയാണ് നമ്മുടേത്. ലോകം മുഴുവൻ ഒരു ജനാധിപത്യ നാഗരികതയാണ് ആദർശ സമൂഹമായി കാണുന്നത്. ഏത് പാർട്ടിയിലും വിശ്വസിക്കുന്ന ഏതു സ്ത്രീയും പുരുഷനായ മനുഷ്യനും തന്റെ അവസാനത്തെ വളരെ നാച്ചുറലായ ഒരു മരണം അയാളിൽ എത്തുന്ന നിമിഷം വരെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുണ്ടാവണം. അതില്ലെങ്കിൽ ഒരു ജനാധിപത്യം, ഒരു ഭരണഘടന, ഒരു CRPC, IPC, അതിനകത്ത് വേറെ പേര് വരുന്നുണ്ട്, ഇതിനൊന്നും ഒരു അർത്ഥവും ഇല്ലാതായി തീരും. കാരണം കുട്ടികൾ ഒരുപക്ഷെ ജനതകളുടെ, ഇപ്പൊ നമ്മുടെ ജീവിതം തീർന്നാലും പുതിയ തലമുറകൾ വരും, കേരളത്തിന്റെ ചരിത്രം എഴുതപ്പെടും. നാളെ കേരളത്തിൽ പിന്നീട് വരുന്ന തലമുറകൾ നമ്മുടെയൊക്കെ കുറ്റവാളികളായി കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അക്കാര്യത്തിൽ ഇന്നത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വളരെ നീതിയുക്തമായ ഇടപെടലിൽ വളരെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ജീവിക്കണമെങ്കിൽ പ്രതീക്ഷയുടെ ഒരു വലിയ ആവശ്യമുണ്ട് എന്ന് ഏത് മനുഷ്യനും, ഏത് സാധാരണ മനുഷ്യനും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കാരണം ആയിട്ടാണ് ഞാൻ ഈ പുതിയ പ്രതിവിധിയെ കാണുന്നത്.